അടുത്ത കേരള മുഖ്യമന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയോ? മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും എന്ന തരത്തിലേക്ക് ചർച്ചകൾ വഴിമാറുകയാണ്. രാഷ്ട്രീയ കേരളം അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങി. കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ പോര് മുസ്ലിം ലീഗിനെ തുടക്കത്തിൽ തന്നെ അസ്വസ്ഥമാക്കിയിരുന്നു. ആ അസ്വസ്ഥത കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗിന്റെ നേതൃയോഗത്തിൽ പരസ്യമായി വെളിപ്പെടുകയും ചെയ്തു. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അടികളെ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം വ്യക്തമാക്കിയത്. കോൺഗ്രസിൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഉയർത്തിവിടുന്ന ചർച്ച, രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം, വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം, ഇങ്ങനെ കോൺഗ്രസിലെ കൂട്ടത്തല്ല് യു.ഡി.എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്വപ്നം എത്രത്തോളമുണ്ട് എന്ന് രാഷ്ട്രീയ കേരളം പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടാ? യു.ഡി.എഫിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം 3 തവണ കേരളത്തിലെ വ്യവസായ മന്ത്രിയായിട്ടുണ്ട്. എ.കെ. ആന്റണി മന്ത്രിസഭയിൽ, കെ. കരുണാകരൻ മന്ത്രിസഭയിൽ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. 2 തവണ ലോക്സഭയിലേക്കും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഭരണപരമായ പരിചയവും പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി കസേര പുത്തരിയല്ല. കാരണം മുസ്ലിം ലീഗ് നേതാവ് C.H. മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. 6ാം കേരള നിയമസഭയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. 12/10/1979 മുതൽ 1/12/1979 വരെയുള്ള കാലയളവിലാണ് C.H. മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. അങ്ങനെ മുഖ്യമന്ത്രി ആയ ഒരു ചരിത്രം കൂടി മുസ്ലിം ലീഗിന് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. മെയ് 4-ന് വോട്ടെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമില്ല എങ്കിൽ, CPIM-ന് വ്യക്തമായ ഭൂരിപക്ഷമില്ല എങ്കിൽ, ലീഗായിരിക്കും അവിടുത്തെ നിർണായകമായ ഒരു ശക്തിയായി മാറാനുള്ള സാധ്യത. ആ സാധ്യതയിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ച തിരിയുന്നത്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അത്തരം ചർച്ചകളൊക്കെ കേരളത്തിൽ ഉണ്ടാവും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ചർച്ച LDF-ലായിരുന്നു. എന്തെല്ലാം തരം ചർച്ചകളാണ്, ആൾ ഒഴിഞ്ഞുപോക്കും വരവും എന്തെല്ലാം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി അവർ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പുറത്ത് കുറച്ച് ചർച്ചയൊക്കെ ഉണ്ടാവും, അതങ്ങനെ നടക്കും. CPIM-ഉം ലീഗും കൂടിച്ചേർന്നുകൊണ്ട് ഒരു പുതിയ മുന്നണി ഉണ്ടാക്കുകയും ലീഗിനെ പിന്താങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അടിവരയിട്ട് പറയുന്നു, സാധ്യത മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത്. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. രാഷ്ട്രീയത്തിൽ അങ്ങനെ തൊട്ടുകൂടായികയൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയിൽ നിന്ന് തന്നെ ആവണം മുഖ്യമന്ത്രി എന്നത് ഒരു വ്യവസ്ഥയല്ല, അങ്ങനെ ഒരു നിയമമില്ല. അതിന് നിരവധി ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. ഉദാഹരണമായി 2ാം കേരള മന്ത്രിസഭ എടുത്തു നോക്കുക. 1960-ലാണ് കേരളത്തിലെ 2ാം മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത്. അന്ന് കോൺഗ്രസിന് 63 സീറ്റുണ്ട്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 20 സീറ്റുണ്ട്, ലീഗിന് 11 സീറ്റുണ്ട്. കോൺഗ്രസും PSPയും ലീഗും ചേർന്നാണ് അന്ന് മത്സരിച്ചത്. പക്ഷേ 63 സീറ്റുള്ള കോൺഗ്രസ് വലിയ ഒറ്റക്കക്ഷിയായിരുന്നു. എന്നാൽ കോൺഗ്രസ് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നില്ല. മറിച്ച് PSPയിലെ പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതിൻ പ്രകാരമാണ് 20 സീറ്റുള്ള PSPയുടെ പട്ടം താണുപിള്ള അന്ന് മുഖ്യമന്ത്രിയായത്. അങ്ങനെ ചെറിയ കക്ഷിയെ വലിയ കക്ഷികൾ പിന്താങ്ങുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇനി രണ്ടാമതൊരു ഉദാഹരണം പറഞ്ഞാൽ C. അച്യുതമേനോനെ 2 തവണ കോൺഗ്രസ് പിന്താങ്ങിയ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ ചെറിയ കക്ഷികളെ വലിയ കക്ഷികൾ പിന്താങ്ങുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. ഇനി CPM-ഉം ലീഗും തമ്മിൽ എന്തെങ്കിലും തൊട്ടുകൂടായിക ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. 1960-ൽ മുസ്ലിം ലീഗിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് മദ്രാസിൽ ചേർന്നിരുന്നു. ആ ദേശീയ എക്സിക്യൂട്ടീവിൽ മുസ്ലിം ലീഗ് പ്രധാനമായും പറഞ്ഞത് ഒരു കോൺഗ്രസ് വിരുദ്ധ ബദൽ മുന്നണി കേരളത്തിൽ ഉണ്ടാകണം എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 1960-ൽ CPIM-മായി ഏതാണ്ട് 20ഓളം സീറ്റുകളിൽ ലീഗ് രഹസ്യ ധാരണയുണ്ടാക്കി
മത്സരിച്ചിരുന്നു. എന്നാൽ 65-ലേക്ക് വരുമ്പോഴേക്കും ഈ രഹസ്യധാരണ പരസ്യധാരണയായി മാറുകയാണ് ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സപ്തകക്ഷി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് CPIM-ന്റെ ഘടകകക്ഷിയായി അധികാരത്തിലെത്തി. അന്ന് ലീഗിന്റെ 2 മന്ത്രിമാരാണ് EMS മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. CH മുഹമ്മദ് കോയയും MPM അഹമ്മദ് കുരിക്കളും. അഹമ്മദ് കുരിക്കളുടെ മരണത്തെ തുടർന്ന് പിന്നീട് വന്നത് K ഔക്കാദർ കുട്ടി നഹയാണ്. അത്തരത്തിൽ CPIM-ഉം മുസ്ലിം ലീഗും ഒരുമിച്ച് മുന്നണിയായി നിന്ന് ഭരിച്ച ചരിത്രം കേരളത്തിലുണ്ട്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ലീഗിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. എന്തുകൊണ്ട് ലീഗിന് മുഖ്യമന്ത്രി പദം കൊടുത്തുകൂടാ? CPM-ഉമായി ചേർന്നുകൊണ്ട് ലീഗിന്റെ ഇത്തരമൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ അടിയിൽ മുസ്ലിം ലീഗ് മനം മടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പുറത്ത് LDF-നെ സംബന്ധിച്ച് അവർ ശാന്തരാണ്. അവിടെ കാര്യമായ കടിപിടിയില്ല. അവർ ശാന്തരായി കാര്യങ്ങൾ വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ നിശ്ചയിച്ചിരിക്കുന്നത് പിണറായി വിജയനെയാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, 82 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത്തരം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മലബാറിൽ CPM-ന് ഭാവിയിൽ കൂടുതൽ മുസ്ലിം വോട്ട് സമാഹരിക്കാൻ ലീഗിനെ പിന്തുണയ്ക്കുക വഴി കഴിയും എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു സന്ദർഭം വരികയാണെങ്കിൽ തീർച്ചയായും CPIM ലീഗിനെ പിന്തുണയ്ക്കും. PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഏറെയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.